ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കിഡിലൻ ടേസ്റ്റോട് കൂടിയ ഒരു ഈവനിങ് സ്നാക്കാണ്. ചിക്കനും സേമിയയും വെച്ച് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു സേമിയ ചിക്കൻ കേക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമ്മുടെ ഈ സൂപ്പർ ടേസ്റ്റോട് കൂടിയ സേമിയ ചിക്കൻ കേക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്കൊരു മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു സവാള നൈസായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ബ്രൗൺ കളർ ആവാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. വെറും 1 മിനിറ്റ് നേരം മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അടുത്തതായി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിലുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നൈസായിട്ട് കട്ട് ചെയ്തത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്താലും മതി. കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ച മണമൊന്ന് മാറിക്കിട്ടട്ടെ. അടുത്തതായി നമുക്ക് ഇതിലേക്ക് പൗഡറുകൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിലുള്ള ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി റോസ്റ്റ് ചെയ്തെടുക്കാം. പൗഡറുകളുടെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറിക്കിട്ടട്ടെ. അടുത്തതായി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാപ്സിക്കം ആണ്. 1 ക്യാപ്സിക്കം ആണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഏത് കളർ ക്യാപ്സിക്കം വേണമെങ്കിലും യൂസ് ചെയ്യാം. ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സേമിയ ചിക്കൻ കേക്കിന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പാൻ അടച്ചു വെച്ച് വെറും 1 മിനിറ്റ് നേരം മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 1 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ ക്യാപ്സിക്കം ഒക്കെ അത്യാവശ്യത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സേമിയ ചിക്കൻ കേക്കിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മസാല മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ അളവിലുള്ള സേമിയ ഉപ്പ് മാത്രം ഇട്ട് 2 മിനിറ്റ് നേരം മാത്രം കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം പച്ചവെള്ളം മുകളിലൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അടുത്തതായി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഷ്രെഡ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചിക്കൻ ബ്രസ്റ്റ് ഉപ്പ് മാത്രം ഇട്ട് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം കൈകൊണ്ട് തന്നെയാണ് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. 5 കോഴിമുട്ട നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. കോഴിമുട്ട കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. നമ്മൾ നേരത്തെ മസാല തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു പാനിൽ തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഈ മിക്സ് മുഴുവനായിട്ടും ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സ് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം ലെവൽ ചെയ്തെടുക്കാൻ. നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് കറിവേപ്പില കൂടി ഇതിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഓപ്ഷണൽ ആണ്, നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കം കൂടി നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഓപ്ഷണൽ ആണ്. ഈ പാനിന്റെ അടിയിലായിട്ട് നമ്മളൊരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ പാന് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 1/2 മണിക്കൂർ നേരം വെക്കാം. ഇപ്പൊ നമ്മുടെ സേമിയ ചിക്കൻ കേക്ക് 1/2 മണിക്കൂർ നേരം ആയിട്ടുണ്ട്.
ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഇതിൻ്റെ മറുപുറം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മറ്റൊരു പാന് വെച്ച് നമ്മുടെ സേമിയ കേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നേരം മാത്രം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് പുറത്തേക്ക് എടുത്ത് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള സേമിയ ചിക്കൻ കേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.